ഓപ്പോന്റെ Find X9 Pro നിങ്ങൾക്ക് ഇപ്പോൾ മേടിക്കാൻ പറ്റിയ ഏറ്റവും ബാലൻസ്ഡ് ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. അത് ഇതിന്റെ സ്പെസിഫിക്കേഷൻ ആണെങ്കിലും അത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന രീതിയാണെങ്കിലും വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. ആൻഡ് ഈ ഒരു ഫോൺ ഒരുപാട് ഇൻസ്പിറേഷൻ ആപ്പിളിന്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എന്നാൽ ആപ്പിളിനെയും കാട്ടും ബെറ്റർ ഇംപ്ലിമെന്റേഷൻ ആയിട്ട് എനിക്ക് ഇത് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ ഓഫ് 2025 ആണ്. ആൻഡ് ഈ ഒരു ഫോൺ നിങ്ങളിപ്പോൾ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ പർച്ചേസ് ചെയ്യാൻ പോകുന്നുണ്ട്, അതിന്റെ മെയിൻ പർപ്പസ് ക്യാമറയാണ്, അല്ലെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോക്കാൻ പറ്റിയ ഒരു ഡിവൈസ് ആണ്. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആണ്. അപ്പോൾ ഇതിന്റെ ബിൽഡിംഗ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതിലൊരു മെറ്റൽ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ മാറ്റ് ഫിനിഷ് ഗ്ലാസ് വരുന്നുണ്ട്. പിന്നെ OnePlus ഫോണിലൊക്കെ കാണും പോലെ സൈഡിൽ ആക്ഷൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ക്യാമറ കൺട്രോളും ഒരു കോപ്പി അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാമറ കൺട്രോളിന്റെ ഇംപ്ലിമെന്റേഷനിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് വളരെയധികം യൂസ്ഫുൾ ഫീച്ചർ എന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ആപ്പിളിനെ കോപ്പി അടിക്കുമ്പോൾ എല്ലാ രീതിയിലും ഓപ്പോ കോപ്പി അടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതുപോലത്തെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിലും ഒരുപാട് ഇൻസ്പിറേഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കോപ്പി എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം കോപ്പി എന്ന് പറയുന്ന വലിയൊരു കുറ്റമാണ്. അത്യാവശ്യം ഹെവിലി ഇൻസ്പയർഡ് ആണ് ഐഫോൺസിൽ നിന്ന്. അതുപോലെ തന്നെയാണ് ഇൻ ഹാൻഡ് ഫീൽ നോക്കുകയാണെങ്കിലും ഒരു ഐഫോൺ വൈബ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലുള്ള ക്യാമറ കൺട്രോൾ 2 പ്രാവശ്യം പ്രസ് ചെയ്യണമെങ്കിൽ ക്യാമറ ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിന്റെ ഫംഗ്ഷനാലിറ്റി ഒക്കെ പറ്റി നമ്മൾ എന്തായാലും ക്യാമറയുടെ ഡിപ്പാർട്ട്മെന്റിൽ പറയാവുന്നതാണ്. പിന്നെ IP68 IP69 സർട്ടിഫിക്കേഷനും ഈ ഒരു ഫോൺസിൽ കൊടുത്തിട്ടുണ്ട്. 224 ഗ്രാം ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. അത്ര വെയിറ്റ് എനിക്ക് കയ്യിൽ ഫീൽ ചെയ്യുന്നില്ല. വളരെയധികം കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.78 ഇഞ്ചിന്റെ വളരെ ബെസൽസ് ഒക്കെ കുറഞ്ഞിട്ടുള്ള ഒരു LTPO AMOLED ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന്റെ റീഫ്രഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സ്പെസിഫിക്കേഷൻ ഒക്കെ ലോഡഡ് ആണ്. ഇത് ആക്ച്വലി OnePlus 15 കണ്ട സെയിം ഡിസ്പ്ലേ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അതിൽ 165 ഹെർട്സിന്റെ റീഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ ഇത് 120 ഹെർട്സിലാണ് റീഫ്രഷ് ചെയ്യുന്നത്. ഹൈ ബ്രൈറ്റ്നസ് മോഡ് നോക്കുകയാണെങ്കിൽ 1800 നിറ്റ്സ് ആണ്. പിന്നെ ബെസൽസ് ഒക്കെ വളരെ സ്ലിം ആണ്. അതുകൊണ്ട് തന്നെ നല്ല ഫ്യൂച്ചറിസ്റ്റിക് ലുക്ക് ഈ ഒരു ഫോൺ തരുന്നുണ്ട്. അതുപോലെ തന്നെ HDR10% സർട്ടിഫിക്കേഷനും ഡോൾബി വിഷന്റെ സർട്ടിഫിക്കേഷനും നമുക്ക് നെറ്റ്ഫ്ലിക്സിൽ കാണാൻ പറ്റുന്നതാണ്. ആൻഡ് ഓവറോൾ ഇതിന്റെ പാനൽ ക്വാളിറ്റി വളരെ നല്ലതാണ്. നിങ്ങൾക്ക് മൂവീസ് കാണാനാണെങ്കിലും നെറ്റ്ഫ്ലിക്സിൽ ഷോസ് കാണാനാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ ഇത് പെർഫോം ചെയ്യുന്നുണ്ട്. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആണ്, സോ ഇതൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് ഇവിടെ ഓപ്പോ കൊടുത്തിട്ടുള്ളത്. ആൻഡ് സ്റ്റീരിയോ സ്പീക്കറിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ലൗഡസ്റ്റ് എന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ നല്ല ക്ലാരിറ്റിയും നല്ല ഡെപ്ത് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പെർഫോമിംഗ് ആയിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കർ തന്നെയാണ്, പക്ഷെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ആൻഡ് അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. നമുക്ക് ColorOS 16 ആണ് കിട്ടുന്നത്, ബേസ്ഡ് ഓൺ Android 16. ഫ്യൂച്ചറിൽ ഇനി 5 വർഷത്തേക്കുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കിട്ടുന്നതാണ്. ഇന്ന് മാർക്കറ്റിൽ കാണുന്ന ഏറ്റവും ഫ്ലൂയിഡും ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ColorOS 16. അത് ഇതിന്റെ ആനിമേഷൻസ് ആണെങ്കിലും അതിന്റെ ഓവറോൾ ഇംപ്ലിമെന്റേഷൻ ആണെങ്കിലും വളരെ സ്മൂത്തും വളരെ ഫ്ലൂയിഡ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. എന്നാൽ ഇതിന്റെ ചെറിയ രീതിയിൽ ബ്ലോട്ട്വെയർ ഒക്കെ വരുന്നുണ്ട്. ഒരുപാട് ആപ്ലിക്കേഷൻ ഒന്നുമില്ല. അഗോഡ പോലത്തെ ആപ്ലിക്കേഷൻസും അല്ലെങ്കിൽ ലിങ്ക്ഡിൻ അങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ഒക്കെ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഓപ്പോ ഫോൺസിന്റെ മെയിൻ അഡ്വാൻറ്റേജ് ഇതിനകത്ത് വരുന്ന സെക്യൂരിറ്റി ആപ്പ് ആയാലും ബ്രൗസർ ആയാലും എല്ലാം ഡിസേബിൾ ചെയ്യാൻ പറ്റും. സോ അത് വളരെയധികം യൂസ്ഫുൾ ആണ്. നിങ്ങൾക്ക് നല്ല ക്ലീൻ എക്സ്പീരിയൻസ് ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ ഡെലിവർ ചെയ്യുന്നതാണ്. എന്നാലും പറഞ്ഞേ പറ്റത്തുള്ളൂ, ആപ്പിളിന്റെ കയ്യിൽ നിന്നിട്ട് ഹെവിലി ഇൻസ്പയർഡ് ആണ്, പക്ഷെ നല്ല ഇംപ്ലിമെന്റേഷൻ ആണ് ഇവിടെ. കാരണം ബഗ്സ് വളരെ കുറവാണ്. iOSനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ബഗ്സ് iOSലുണ്ട്. എന്നാൽ ഇതിൽ അത്ര ബഗ്സ് ഒന്നും ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇതുവരെ ഞാൻ ഒരു ബഗും നോട്ടീസ് ചെയ്തിട്ടില്ല. അത്രമാത്രം നല്ല സ്മൂത്ത് ആൻഡ് സ്റ്റേബിൾ ആണ് ഈ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. അതിന്റെ വൺ ഓഫ് ദി റീസൺ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റും കൂടിയാണ്. Dimensity 9500ന്റെ ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. LPDDR5X റാം ടൈപ്പും UFS 4.1ന്റെ സ്റ്റോറേജ് ടൈപ്പും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് പെർഫോമൻസ് ഓവറോൾ വളരെ നല്ലതാണ്. AnTuTu സ്കോർ നോക്കുകയാണെങ്കിൽ ടിപ്പിക്കലി ഈ ഒരു ചിപ്സെറ്റ് കിട്ടുന്നതൊക്കെ തന്നെയാണ്. 3.4 മില്യൺ AnTuTu സ്കോർ കിട്ടുന്നുണ്ട്. CPU ത്രോട്ടലിംഗ് ടെസ്റ്റ് ചെയ്തപ്പോൾ ലേശം ത്രോട്ടൽ ആവുന്നുണ്ട് ഈ ഒരു ഫോൺ. 55% ത്രോട്ടൽ സ്റ്റെബിലിറ്റി ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 3D മാർക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ 88% സ്റ്റെബിലിറ്റി എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു, വിച്ച് ഈസ് വെരി ഗുഡ്. പിന്നെ ഗീക്ക് ബെഞ്ച് സ്കോർ നോക്കുകയാണെങ്കിലും നല്ലതാണ്. ആൻഡ് ഈ ഒരു ബെഞ്ച് മാർക്ക് ഒക്കെ റൺ ചെയ്യുമ്പോൾ അത്യാവശ്യം ഹീറ്റ് ആവുന്നുണ്ടായിരുന്നു. ഒരു ഹീറ്റ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ, ഓവർ ഹീറ്റിംഗ് ഒന്നും ഞാൻ പറയത്തില്ല. പക്ഷെ നോർമൽ യൂസിലോ ഗെയിമിങ്ങിലോ ഒന്നും തന്നെ ഒരു രീതിയിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസും നോട്ടീസ് ചെയ്തിട്ടില്ല. ഇവിടെ ടെസ്റ്റ് ചെയ്ത ഗെയിംസ് നോക്കുകയാണെങ്കിൽ BGMI ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 120 FPS BGMI കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഞാൻ ഇവിടെ റെഡ് ഡെഡ് റിഡംപ്ഷൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിൽ 30 FPS ഗെയിം പ്ലേ ആണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 2 ഫ്രെയിം റേറ്റ് ആണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു ഫോണിന്റെ FPS മീറ്റർ ഓൺ ചെയ്തപ്പോൾ എനിക്ക് 60 FPS കാണിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതിന്റെ ഗെയിം പാനലിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 30 FPS ആണ് കാണാൻ പറ്റുന്നത്. സോ 30 FPS പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഭയങ്കര എക്സ്ട്രീം സ്മൂത്ത് എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, എങ്കിലും പ്ലേയബിൾ ആണ്. കാരണം ഇതൊരു സ്റ്റോറി മോഡ് ഗെയിം ആണ്. ആൻഡ് 30 FPS ഈസ് ഓക്കെ. നല്ല ഗ്രാഫിക്സ് ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. സോ ഇതിന്റെ ഗെയിം പ്ലേ ഒക്കെ അത്യാവശ്യം നല്ലതാണ്. കാരണം ഫ്ലാഗ്ഷിപ്പ് ഫോൺ, ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ്, അടിപൊളി ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാം. എന്നാൽ ഇതൊരു ഗെയിമിംഗ് ഫോണായിട്ട് ഞാൻ പറയുന്നില്ല. അതിന് വേണമെങ്കിൽ IQ15 അല്ലെങ്കിൽ OnePlus 15 ഒക്കെ നോക്കുന്നതായിരിക്കും
മച്ച് ബെറ്റർ ഓപ്ഷൻ ഗെയിമിങ്ങിന് വേണ്ടി. ആൻഡ് ഇതിന്റെ ക്യാമറാസ് നോക്കുകയാണെങ്കിൽ ബാക്കിൽ 4 ക്യാമറാസ് ഉണ്ട്. 50 മെഗാ പിക്സലിന്റെ പ്രൈമറി സെൻസർ ആണ്, സോണിയുടെ LYT-828ന്റെ സെൻസർ ആണ്. 50 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡും 200 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസും കൊടുത്തിട്ടുണ്ട്. അതൊരു 3x ടെലിഫോട്ടോ ലെൻസും കൂടിയാണ്. പിന്നെ നാലാമത്തെ ക്യാമറ ഒരു 2 മെഗാ പിക്സലിന്റെ മോണോക്രോം സെൻസർ ആണ്. ആൻഡ് 50 മെഗാ പിക്സൽ പ്രൈമറി ക്യാമറയുടെ പെർഫോമൻസ് നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതേ സെയിം സെൻസർ ആണ് വിവോന്റെ X300 പ്രോയിൽ വരുന്നത്. പക്ഷെ അതിനെക്കാട്ടും കുറച്ചുകൂടെ എനിക്ക് ബെറ്റർ പെർഫോമിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫോണിന്റെ പ്രൈമറി സെൻസർ ആണ്. ഇത് അത്യാവശ്യം വെൽ ട്യൂൺഡ് ആണ്. ഇതുവരെ ഞാൻ ഹാസൽബ്ലാഡിന്റെ ക്യാമറ സെറ്റപ്പ് എനിക്ക് അത്ര അങ്ങ് താല്പര്യമുള്ളതല്ല. കാരണം നേരത്തെ ഉണ്ടായിരുന്ന OnePlus ഡിവൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതിലൊന്നും ഭയങ്കര സൂപ്പർ പെർഫോമൻസ് ഒന്നും ആ ഒരു ഫോൺ ഡെലിവർ ചെയ്യുന്നില്ല. പക്ഷെ ഈ ഒരു ഫോണിൽ ക്യാമറ ട്യൂണിംഗ് ഓപ്പോ കിടിലോരാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഹാസൽബ്ലാഡിന്റെ കൊളാബറേഷൻ ഈ ഒരു ഫോണിലാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഡെലിവർ ചെയ്യുന്നത്. കളേഴ്സ് നാച്ചുറൽ ആണ്. ഞാൻ ഓപ്പോ ഫോൺസിൽ നിന്ന് ഇത് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. എന്നും പറഞ്ഞു ഐഫോൺ ലെവൽ നാച്ചുറലും അല്ല, എന്നാൽ ഒരുപാട് സാച്ചുറേഷനിലോ അല്ലെങ്കിൽ ഒരുപാട് സ്കിൻ സ്മൂത്തനിങ് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. വളരെ ബാലൻസ്ഡ് ട്യൂണിംഗ് ആണ്. ഈ വർഷം ഇറങ്ങിയതിൽ എനിക്ക് കളർ ട്യൂണിംഗ് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ ഒരു ഫോണിന്റെ ആണ്. ഇതിന്റെ ട്യൂണിംഗ് കൂടെ ചേർത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതാണ് വൺ ഓഫ് ദി ബെസ്റ്റ്. പ്രൈമറി ക്യാമറയിൽ ഫോട്ടോസ് എടുക്കാൻ ബെസ്റ്റ് ആണ്. അതിപ്പോ ഡേ ലൈറ്റ് ആണെങ്കിലും ലോ ലൈറ്റ് ആണെങ്കിലും ഈ ഒരു ഫോൺ ഒരു ഇഷ്യൂസും ഇല്ലാതെ പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ നോർമലി ഇതിന്റെ ഫോട്ടോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ സാധാരണ ഫോണൊക്കെ 100 മെഗാ പിക്സൽ ആണെങ്കിലും 50 മെഗാ പിക്സൽ ആണെങ്കിലും ബിൻ ചെയ്ത് 12 മെഗാ പിക്സലൊക്കെ ആയിരിക്കും സേവ് ചെയ്യുന്നത്. ഈ ഒരു ഫോൺ ഏത് സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത്, ഒരുപാട് ഡീറ്റെയിൽസ് ഒക്കെ അവിടെ നിന്ന് റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി സെൻസ് ചെയ്ത് 26 മെഗാ പിക്സലിലും 12 മെഗാ പിക്സലിലും 14 മെഗാ പിക്സലിലൊക്കെ ഫോട്ടോസ് സേവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫോട്ടോസ് ഒക്കെ വെൽ ഡീറ്റെയിൽഡ് ആണ്. നല്ല ഡീറ്റെയിൽസ് ഇതിന്റെ ഫോട്ടോസിൽ കാണാൻ പറ്റുന്നതാണ്. ഡീറ്റെയിൽസിന് നോക്കുകയാണെങ്കിൽ ഐഫോണിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ ഉണ്ടല്ലോ, നോർമലി ഫോട്ടോസ് എടുക്കുമ്പോൾ 24 മെഗാ പിക്സലിൽ സേവ് ചെയ്യുക എന്നുള്ളത്. സോ അതിന് ഓപ്പോ കോപ്പി അടിച്ചിട്ടുണ്ടെങ്കിലും നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വേറെ ഒരു ആൻഡ്രോയിഡ് ഫോണിലും ഈ ഒരു ഫീച്ചർ കണ്ടിട്ടില്ല. അതും ഷട്ടർ സ്പീഡ് വളരെ ഫാസ്റ്റ് ആണ്, ഒരു രീതിയിലുള്ള ലാഗും ഇല്ല. ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ പ്രോസസ്സും ചെയ്യുന്നുണ്ട്. സോ ഒന്നും പറയാനില്ല. ഡീറ്റെയിൽസിന്റെ കാര്യത്തിലാണെങ്കിലും അത് 26 മെഗാ പിക്സലിലൊക്കെ ഫോട്ടോസ് സേവ് ചെയ്യുന്നുണ്ട്. തന്നെ നല്ല ക്വാളിറ്റി ഈ ഒരു ഫോട്ടോസിലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ഓട്ടോമാറ്റിക്കലി ഫോൺ സെൻസ് ചെയ്യും. അതായത് ഇപ്പൊ 26 മെഗാ പിക്സൽ ഫോണിന് വേണമെന്ന് തോന്നുന്നെങ്കിൽ മാത്രമേ 26 സേവ് ചെയ്യത്തുള്ളൂ. പക്ഷെ ഞാൻ എടുത്ത ഒരു 80% ഫോട്ടോസും ഈ ഒരു പ്രൈമറി ക്യാമറ നോർമൽ മോഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇത് 26 മെഗാ പിക്സലാണ് സേവ് ചെയ്യുന്നത്. പിന്നെ ഹാസൽബ്ലാഡിന്റെ ഹൈറസ് മോഡ് കൊടുത്തിട്ടുണ്ട്. സോ അതിനകത്ത് നോക്കുകയാണെങ്കിൽ 50 മെഗാ പിക്സലിന്റെ മേളിലോട്ടാണ് ഫയൽ സൈസ് വരുന്നത്. 56 മെഗാ പിക്സലും 50 മെഗാ പിക്സലിന്റെ ഒക്കെ ഫോട്ടോസ് ആ ഒരു മോഡിൽ നിന്ന് എടുക്കുന്നുണ്ട്. അവിടെ പോലും ഷട്ടർ സ്പീഡ് വളരെ ഫാസ്റ്റ് ആണ്. എനിക്ക് സ്പീഡിലൊന്നും ഒരു ഇഷ്യൂസും ഫീൽ ചെയ്തിട്ടില്ല. വൺ ഓഫ് ദി ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോണാണ്. ഷട്ടർ സ്പീഡ് ഒക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ഒന്നും ഒരു ഇഷ്യൂസും നിങ്ങൾക്ക് ഒരിക്കലും ഫീൽ ചെയ്യത്തില്ല. പിന്നെ ആ ഒരു ഹൈറസ് മോഡ് എന്ന് പറയുന്നത് ക്രോപ്പിൽ അവൈലബിൾ അല്ല. അതായത് അൾട്രാ വൈഡ് കിട്ടും, നോർമൽ ഫോട്ടോ കിട്ടും. അതിന്റെ ഇടയ്ക്കുള്ള ഫോക്കൽ ലെന്തിലൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത്. പിന്നെ അതുപോലെ തന്നെയാണ് 3x കിട്ടും. പക്ഷേ 3x കഴിഞ്ഞ് 10x ആ ഒരു ഹൈറസ് മോഡ് വർക്ക് ആവുക. അതല്ലാതെ 1x കഴിഞ്ഞ് 2x ഇതേപോലെ ഫോട്ടോസ് എടുക്കാൻ നോക്കുകയാണെങ്കിൽ ആ ഒരു ഹൈറസ് മോഡിൽ അതൊന്നും വർക്ക് ചെയ്യത്തില്ല. പിന്നെ അൾട്രാ വൈഡിന്റെ പെർഫോമൻസും വളരെ നല്ലതാണ്. നല്ല കളേഴ്സ് ആണ്, നല്ല HDR പെർഫോമൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. അവിടെയും ഇഷ്യൂസ് ഇല്ല. ലോ ലൈറ്റ് നോക്കുകയാണെങ്കിലും ഈ ഒരു ഫോൺ നല്ല രീതിയിലാണ് അൾട്രാ വൈഡും ഹാൻഡിൽ ചെയ്യുന്നത്. ഈ ഒരു അൾട്രാ വൈഡിലും സ്കിൻ ടോൺ ഒക്കെ വളരെ കൺസിസ്റ്റന്റ് ആണ്. പ്രൈമറി അൾട്രാ വൈഡിലൊന്നും കളർ ഷിഫ്റ്റ് ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല. പിന്നെ ഉള്ളതാണ് 3xന്റെ പെരിസ്കോപ്പ് ലെൻസ്. ഇതൊരു 200 മെഗാ പിക്സലിന്റെ സെൻസർ ആണ്. ആൻഡ് ഇതിന്റെ പെർഫോമൻസ് വളരെ നല്ലതാണ്. 3x ആണ്, 3.5 4x ഒന്നും അല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. എങ്കിലും ഇതിന്റെ പെർഫോമൻസ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല നാച്ചുറൽ ബോക്കിയൊക്കെ 3xൽ കിട്ടുന്നുണ്ട്. വളരെ നല്ല ട്യൂണിങ്ങും ആണ് കളർ സയൻസ് നോക്കുകയാണെങ്കിൽ. അതിപ്പോ ലാൻഡ്സ്കേപ്പ് എടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ വീഡിയോസ് എടുക്കാനൊക്കെ ആണെങ്കിലും എനിക്ക് നല്ല രീതിയിൽ ഇതിന്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. 120x വരെ ഇതിൽ സൂം ചെയ്ത് ഫോട്ടോസ് എടുക്കാവുന്നതാണ്, വിച്ച് ഈസ് വെരി ഗുഡ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ യൂസബിൾ എന്ന് ഞാൻ പറയത്തില്ല, എന്നാൽ ബോർഡ് വായിക്കാനും അല്ലെങ്കിൽ ദൂരം എന്താണെന്നൊക്കെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. AI യൂസ് ചെയ്യുന്നുണ്ട് ആ ഒരു 120xൽ, എങ്കിലും നമുക്ക് വായിക്കാൻ പറ്റുന്നത് തന്നെ വലിയ കാര്യം തന്നെയാണ്. ആൻഡ് മാക്രോ ഫോട്ടോസ് നമുക്ക് ഈ ഒരു 3x യൂസ് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ നല്ല മാക്രോ പെർഫോമൻസ് ആണ്. എന്നാൽ എനിക്ക് ഇതിന്റെ 3xനെക്കാട്ടും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് വിവോ X300 പ്രോന്റെ 3x ആണ്. സോ അതിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ പോർട്രേറ്റ്സ് നോക്കുകയാണെങ്കിൽ 1x 3x ആണ് മെയിൻ ആയിട്ട് പോർട്രേറ്റ്സിൽ വർക്ക് ചെയ്യുന്നത്. ആൻഡ് 2 ക്യാമറ സെൻസറും വളരെ നല്ല രീതിയിലാണ് എഡ്ജ് കട്ടൗട്ട് ചെയ്യുന്നത്. എഡ്ജ് കട്ടൗട്ട് ഒക്കെ വളരെ നാച്ചുറൽ ആണ്. എനിക്ക് ഒരു ഇഷ്യൂസും ഫീൽ ചെയ്തിട്ടില്ല. ഒരു പ്രോപ്പർ ഫ്ലാഗ്ഷിപ്പ് എങ്ങനെയാണോ പെർഫോം ചെയ്യുന്നത് ആ ഒരു ലെവലിൽ ഈ ഒരു ഫോൺ എത്തിയിട്ടുണ്ട്. നേരത്തെയുള്ള ഓപ്പോ ഡിവൈസസിൽ എനിക്ക് അത്ര സൂപ്പർ എഡ്ജ് കട്ടൗട്ട് ഫീൽ ചെയ്തിട്ടില്ല. അതിപ്പോ ഓപ്പോ മാത്രമല്ല, എനിക്ക് വിവോന്റെ ആ ലെവലിൽ പോർട്രേറ്റ്സ് ഓപ്പോ എടുക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഈ ഒരു ഫോണിന്റെ പോർട്രേറ്റ് എക്സ്പീരിയൻസ് സൂപ്പർ ആണ്. ഒരു ഇഷ്യൂസും ഇല്ല. നിങ്ങൾക്ക് നല്ല എഡ്ജ് കട്ടൗട്ടും നല്ല നാച്ചുറൽ ബോക്കിയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫോണിന്റെ ക്യാമറ യൂസ് ചെയ്ത് എടുക്കാവുന്നതാണ്. ആൻഡ് ബാക്കിലെ പ്രൈമറിയും 3x യൂസ് ചെയ്ത് 4K 120fps വീഡിയോസ് എടുക്കാവുന്നതാണ്. അതും അത്യാവശ്യം നല്ല രീതിയിലാണ് പെർഫോം ചെയ്യുന്നത്. വീഡിയോ എക്സ്പീരിയൻസിനൊന്നും യാതൊരു കുഴപ്പവും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ
എല്ലാ ക്യാമറാസിനും 4K 60 FPS വീഡിയോസ് എടുക്കുക തന്നെയാണ്. അത് ബാക്കിലുള്ള 3 ക്യാമറ ആണെങ്കിലും ഫ്രണ്ടിലുള്ള ക്യാമറ ആണെങ്കിലും നിങ്ങൾക്ക് 4K 60 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് വീഡിയോ പെർഫോമൻസും വളരെ നല്ലതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കളർ സയൻസ് ഒക്കെ നല്ലത് തന്നെയാണ്. എന്നാൽ ഐഫോൺ ലെവല് വീഡിയോ എത്തിയിട്ടില്ല. ആ ഒരു ലെവലിലുള്ള പെർഫോമൻസ് നിങ്ങൾ ഇവിടെ എക്സ്പെക്ട് ചെയ്യേണ്ട. പിന്നെ ഇതിന്റെ സൈഡിലുള്ള ആ ഒരു ക്യാമറ കൺട്രോൾ ബട്ടൺ ഉണ്ടല്ലോ, അത് നോർമലി വർക്ക് ആവണമെങ്കിൽ ഡബിൾ ടാപ്പ് ചെയ്ത ക്യാമറ ഓപ്പൺ ചെയ്യും, അങ്ങനെയൊക്കെ ഉള്ളൂ. എന്നാൽ ലാൻഡ്സ്കേപ്പിൽ പിടിക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു സൂമിംഗ് ഫംഗ്ഷനാലിറ്റി വർക്ക് ചെയ്യുന്നത്. അതിന്റെ ആനിമേഷൻ ഒക്കെ അത്യാവശ്യം നല്ലതാണ്, നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷട്ടർ ബട്ടൺ ആയിട്ട് നമുക്ക് ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിന്റെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 50 മെഗാ പിക്സൽ ആണ്, ഓട്ടോ ഫോക്കസ് കൊടുത്തിട്ടുണ്ട്. ദ ബെസ്റ്റ് സെൽഫീസ് എന്ന് പറയാൻ പറ്റും. അത്യാവശ്യം നല്ല സെൽഫി പെർഫോമൻസ് ആണ്, നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. 14 മെഗാ പിക്സലാണ് നോർമലി സേവ് ചെയ്യുന്നത് ഫോട്ടോസ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഹൈ റെസ് മോഡിൽ 50 മെഗാ പിക്സലും സേവ് ചെയ്യുന്നതാണ്. നല്ല ഡീറ്റെയിൽസ് ആണ്, നല്ല ക്രിസ്പ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കളർ സയൻസും ഒരുപാട് ബോറിംഗ് കളർ സയൻസ് ഒന്നുമല്ല, നല്ല നാച്ചുറൽ സ്കിൻ ടോൺ ഒക്കെ എടുത്തു വരുന്നുണ്ട്. സോ വളരെ നല്ല കളർ സയൻസ് ഉള്ള ഫ്രണ്ട് ക്യാമറയും കൂടിയാണ്. നമ്മുടെ മുഖത്തുള്ള ഓരോ പാടും ഇത് നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. സോ ബാക്ക് ക്യാമറ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് അതേ ഡീറ്റെയിൽ എക്സ്പീരിയൻസ് എനിക്ക് ഇതിന്റെ ഫ്രണ്ട് ക്യാമറയിൽ നിന്നും ഫീൽ ചെയ്തിട്ടുണ്ട്. പോർട്രേറ്റ്സ് നോക്കുകയാണെങ്കിലും ഫ്രണ്ട് ക്യാമറയുടെ എഡ്ജ് കട്ടോട്ടൊക്കെ വളരെ നല്ലതായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ബട്ട് ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി തരാം, വേറെ ഒന്നുമല്ല, X300 Pro ആണെങ്കിലും ഇതിന്റെ ആണെങ്കിലും ബാക്കിൽ അത്ര കിടിലം എഡ്ജ് കട്ടോട്ട് ഫ്രണ്ട് ക്യാമറയിൽ എക്സ്പെക്ട് ചെയ്യരുത്. എന്നാൽ ഒട്ടും മോശമല്ല. ഈ ഒരു ഫോണിന്റെ ഫ്രണ്ട് ക്യാമറയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോർട്രേറ്റ്സ് എടുത്ത് തരും. പിന്നെ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്തും 4K 60 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാനാണ്. വളരെ നല്ല വീഡിയോ പെർഫോമൻസും ആണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ ഇതിന്റെ ക്യാമറയ്ക്കകത്ത് ഫിലിം ലെറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെ നമുക്ക് ഫോട്ടോസ് എടുക്കാവുന്നതാണ്. ഒരു അഡീഷണൽ ഫീച്ചർ ആണ്. ജസ്റ്റ് ഭയങ്കര സംഭവം എന്ന് ഞാൻ പറയത്തില്ല, ഒരു ഫിൽറ്റർ പോലത്തെയാണ്. അല്ലെങ്കിൽ ഒരു ഫുജി ഫിലിം ക്യാമറാസിലൊക്കെ കാണും പോലെയും അല്ലെങ്കിൽ നൈക്കോൺ ക്യാമറാസിലൊക്കെ കാണും പോലത്തെ പിക്ചർ മോഡ്സും ഫിലിം സിമുലേഷൻ പോലത്തെ മോഡ്സ് ആണ്. വലിയ കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ നല്ല കിടിലം ഇംപ്ലിമെന്റേഷൻ ആണെന്നൊന്നും ഞാൻ പറയത്തില്ല. ബട്ട് അത്യാവശ്യം ആ ഒരു ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. പിന്നെ 7500 mAh ബാറ്ററി, 80 വാട്ട്സിന്റെ വയർഡ് ചാർജിങ്ങും 50 വാട്ട്സിന്റെ വയർലെസ് ചാർജിങ്ങും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 80 മാറ്റി ഒരു 100 വാട്ട്സിന്റെ വയർഡ് ചാർജിങ് കൊടുക്കാമായിരുന്നു. അത് കൊടുത്തിരുന്നെങ്കിൽ മച്ച് ബെറ്റർ എക്സ്പീരിയൻസ് കിട്ടിയല്ല. കാരണം ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്, ഓപ്പോന്റെ സൈഡിൽ നിന്ന് ഒരു ഫോണാണ്. ബാക്കിയുള്ള റിയൽമി ആണെങ്കിലും വൺ പ്ലസ് ആണെങ്കിലും 100 വാട്ട്സും അതിന് മേളിലൊക്കെ കൊടുക്കുന്നുണ്ട്. സോ ഇവിടെയും 100 വാട്ട്സ് കൊടുക്കാമായിരുന്നു. എന്നാലും ആപ്പിളിനെ സാംസങ്ങിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ഫാസ്റ്റ് ആണ് ഇതിന്റെ ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയുന്നത്. ആൻഡ് ബാറ്ററി ലൈഫ് ആണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ബാറ്ററി ലൈഫ് തന്നെയാണ് ഇവിടെ കിട്ടാൻ പോകുന്നത്. എന്തായാലും നിങ്ങളൊരു നോർമൽ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് 2 ദിവസത്തിന്റെ ബാറ്ററി ബാക്കപ്പ് എങ്കിലും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കണക്ടിവിറ്റിക്ക് ആണെങ്കിലും യാതൊരു ഇഷ്യൂ ഇല്ല. 5G കണക്ടിവിറ്റി ഒക്കെ നല്ലതാണ്. അവിടെയൊന്നും ഒരു സ്പെസിഫിക്കേഷൻ കുറവ് ഞാൻ കണ്ടിട്ടില്ല. ബ്ലൂടൂത്ത് വെർഷൻ 6 ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ എല്ലാ സ്പെസിഫിക്കേഷനും ഓപ്പോ നല്ല രീതിയിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 1 lakhന്റെ മേലോട്ട് ഒരു ബഡ്ജറ്റ് ഉണ്ട്, ക്യാമറ പ്രയോറിറ്റി ആണ്, ഫോട്ടോസ് എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നോക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ സ്പോൺസേർഡ് ഒന്നുമല്ല ഓപ്പോന്റെ സൈഡിൽ നിന്ന്. പിന്നെ ഈ ഒരു ഫോൺ നമുക്ക് തന്നിട്ടുള്ളത് ട്രിവാൻഡ്രത്തുള്ള ടെക്യു ആണ്. ട്രിവാൻഡ്രത്ത് മാത്രമല്ല, അവർക്ക് വേറെയും ഔട്ട്ലെറ്റ്സ് ഉണ്ട്. സോ എന്തായാലും ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ടെക്യു ആയിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്തായാലും അവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ. ആൻഡ് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള വീഡിയോസോടെ ചെക്കൗട്ട് ചെയ്ത് നോക്കിയിട്ട് ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ദിസ് ഈസ് ഫോൺ മോസ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.